പാഷൻ ഇസ് സംതിങ് ഡിഫറെന്റ്. അതിനെ നമ്മുടെ ഒരു വട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് വരുമ്പോഴാണ് നമുക്ക് ഒരു വലിയ ടാലന്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിനു വേണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉള്ളത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ആഗ്രഹങ്ങൾ നേടണം എന്നുള്ളൊരു വാശിയിൽ പോയ ഒരാളാണ്. പോസിബിളി നമ്മളൊരു ഇന്റൻഷൻ നന്നായിട്ട് പിടിക്കുമ്പോഴേക്കും പല കാര്യങ്ങളും വന്ന് വീഴും. പിന്നെ പാട്ടങ്ങ് കൊണ്ടുപോവായിരുന്നു ജോബിനെ അല്ലേ. ഒരു യാത്ര, സ്പിരിച്വൽ ആയിട്ടൊരു യാത്ര, റിലീജിയസ് അല്ല. അവിടെ എല്ലാവർക്കും സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഭയങ്കര കുഴച്ചായിരിക്കില്ലേ. അതൊരു ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊരു യാത്രയായിരുന്നു എനിക്ക് തോന്നുന്നു. ബെല്ലിന്റെ ഒക്കെ ഒരു വല്ലാത്തൊരു പവറാണ് ബെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ. വഴിയൊക്കെ തെറ്റിച്ചു പോകും. ഇങ്ങനെ നേരെ ഒരു വഴി ഇങ്ങനെ പോകുന്നു, ഒന്ന് ഇടത്തേക്ക് പോയി കളയാം, എവിടെ എത്തൊന്നും അറിയത്തുന്നു. പുതിയ വീടുകള്, ഭയങ്കര എസ്തെറ്റിക്സ്, കാണാൻ ഭംഗിയുള്ള പഴയ തറവാടുകൾ, അല്ലെങ്കിൽ ചെറിയ എന്തായാലും എന്നെ ചില ചായക്കട എന്ത് കിട്ടുന്ന അറിയത്തില്ലല്ലോ. എന്താ ചെയ്യുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഹോട്ടലില്, ഉദയസമുദ്ര ഹോട്ടലിൽ, അവിടത്തെ ഒരു ബാൻഡില് പാടുകയാണ്. ചേട്ടാ ആണല്ലേ, അതൊക്കെ നിർത്തി ഞങ്ങളോടെ പോരെ. അതൊക്കെ ഒന്ന് മതി, അതൊക്കെ നിർത്തിക്കോ, ഇനിയിപ്പോ വേറെ ആരെങ്കിലും വിളിച്ചോളം പറ, ഞങ്ങളോടെ പോരെ. അങ്ങനെ വിശ്വസിക്കാൻ തന്നെ പാടാണ് പുള്ളി ഇല്ല എന്നുള്ളത്. അതെ, ഇപ്പോഴും അതെ. അതൊരു വല്ലാത്തൊരു മാജിക് ആയിരുന്നു. പെർഫോമർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ റെഫറൻസ് ആണല്ലോ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plants നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നേരത്തെ സൂപ്പർ സ്റ്റാർ ചെയ്ത സമയത്ത് അന്ന് അതിലെ ജഡ്ജായിട്ടിരുന്നത് നമ്മുടെ ബാലു ആയിരുന്നു, ബാലഭാസ്കർ അല്ലെ. അന്ന് നിങ്ങൾ അവിടെ വെച്ചിട്ടായിരിക്കുമല്ലോ, തിരുവനന്തപുരംകാരാന്ന് പറഞ്ഞാലും ബാലുവിനെ പരിചയപ്പെടുന്നതും അല്ലെ, പരിചയപ്പെടുന്നതെല്ലാം. അതിനുശേഷം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി, നിങ്ങൾ അങ്ങോട്ട് കുറെ കൂടെ അടുത്തു. എന്തായിരുന്നു ആ ബ്യൂട്ടിഫുൾ ഓർമ്മകളെല്ലാം? അതിനകത്ത് ദീപക് ദേവ് സാറ്, ആൽഫോൺസ് ചേട്ടൻ, ബാലചന്ദ്രൻ, 3 പേരാണ് ജഡ്ജസ്. സ്റ്റീഫൻ ചേട്ടൻ പിയാനോ വായിക്കുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊരു 6 മാസം നിരന്തരമാണല്ലോ, എല്ലാ ദിവസവും നമ്മൾ കാണല്ലേ. ഭയങ്കര ഒരു ആ ക്ലോസ്നെസിന്റെ ഭാഗമായിട്ടാണ് ഭാര്യ വീട്ടിലുള്ളത്. പുള്ളിക്കാരി അതിന്റെ തൊണ്ടായിരുന്നല്ലോ. അതൊരു കുടുംബം പോലെ, അതൊരു കുടുംബമായി. ഇവര് ജഡ്ജസ് ഒക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആ ഷോ, അന്നത്തെ അമൃതയിലെ സൂപ്പർ സ്റ്റാർ എന്ന ഷോ ഫസ്റ്റ് ടൈം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അതിന്റെ നല്ലതിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചിരുന്നു. അത് അവര് ജഡ്ജസ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല, അവര് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് ലൈക്ക് ചേട്ടന്മാരെ പോലെ നമുക്ക് എല്ലാവർക്കും ആ സപ്പോർട്ടും തന്നു. പിന്നെ പ്രൊഡ്യൂസർ അന്നത്തെ സതീഷ് എല്ലാവരും ഒരു എന്ത് ചെയ്യും, നെക്സ്റ്റ് എപ്പിസോഡ് നന്നാക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അതാണ് ആ പരിപാടിയുടെ ബ്യൂട്ടി എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ജോബ് ഇങ്ങനെ ഇതാണ് കംഫർട്ടബിൾ, സംഗീതം എന്നാ ഇത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്പെഷ്യാലിറ്റീനെ, അല്ലാതെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മത്സരിച്ച് വിജയിച്ച് മറ്റേ ആ പരിപാടിയായിരുന്നു. ഇച്ചിരി കൂടെ ഒരു, അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിച്ചാൽ എല്ലാവർക്കും ഒരു നന്നായിട്ട് ചെയ്യാറുന്നല്ലോടാ, അടുത്തതിൽ പിടിക്കാം, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയില്ല. ടുവേഴ്സ് ദ എൻഡ് എല്ലാവരും വിചാരിക്കും ഒന്ന് ജയിച്ചാൽ കൊള്ളാന്ന് എല്ലാവർക്കും തോന്നും, മാനുഷികമായിട്ടുള്ള ഉള്ളൂ. പക്ഷെ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ഹെൽത്തി തിങ്. അതുകൊണ്ട് പിന്നെ അതല്ല, ഇവരോട്ടൊക്കെ സമയം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ഞാൻ അങ്ങോട്ട് അങ്ങനെയാ ചെല്ലുന്നത്, അല്ലാതെ കോമ്പറ്റീഷന് പോയി ജയിക്കാനോ അതിലോട്ട് കയറുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ഇവരെയൊക്കെ കാണാം, ജഡ്ജസ് ഓഡീഷന് പോകുന്നത്, ഇവരെയൊക്കെ കണ്ട് ഒരു CD ഒക്കെ ഞാൻ നേരത്തെ പാടിയൊരെണ്ണം കൊടുക്കാം. അത് അവര് എന്നെ വിളിക്കാനൊന്നുമല്ല, എനിക്ക് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയല്ല, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. മ്യൂസിഷ്യൻസ് ആ ഒരു നമ്മളുടെ ഒരു ഗിഫ്റ്റിനെ ഒന്ന് കേൾപ്പിക്കുക. എനിക്ക് എന്റേതായ അന്നും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ. അപ്പോ ബാലചേട്ടനാണ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓഡിഷന് ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഹോട്ടലില്, ഉദയസമുദ്ര ഹോട്ടലിൽ, അവിടത്തെ ഒരു ബാൻഡില് പാടുകയാണ്. ചേട്ടാ ആണല്ലേ, അതൊക്കെ നിർത്തി ഞങ്ങളോടെ പോരെ. അങ്ങനെയാണ് ഫസ്റ്റ് ഓഡിഷൻ ത്രൂ ആകുന്നത്. അതൊക്കെ ഒന്ന് മതി, അതൊക്കെ നിർത്തിക്കോ, ഇനിയിപ്പോ വേറെ ആരെങ്കിലും വിളിച്ചോളം പറ, ഞങ്ങളോടെ പോരെ. അപ്പൊ അതാണ് ഫസ്റ്റ് ഓഡിഷനിൽ. പിന്നെ അത് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഞാൻ ഔട്ടാവുമല്ലോ, അപ്പൊ വീട്ടിൽ പോകാമല്ലോ. പക്ഷെ അതാണല്ലോ ഓരോ ഡെസ്റ്റിനിയാണ്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, അത് അറ്റം വരെ എത്താൻ പറ്റി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞ ഫാമിലി അങ്ങ് സെറ്റായി. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ബോണസ് ആയി പോയത് തന്നെ. മദറാണ് എന്നെ. ഞാൻ ഇങ്ങനത്തെ എല്ലാം വലിയും. ഞാനിവിടെ മുങ്ങൽ സ്പെഷ്യലിസ്റ്റ് എന്നാ പൊതുവെ അറിയപ്പെടുന്നത്.
എല്ലാ ഇപ്പൊ പാടാൻ വിളിക്കുമ്പോഴായാലും ആ ജോബോ മുങ്ങും ഓടിച്ചു പിടിച്ചോ കിട്ടത്തില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കൊരു ഇൻഹിബിഷൻ ഉണ്ട് ഇങ്ങനെ റെക്കോർഡിങ്സും. പക്ഷെ എന്നെ അറിയുന്നവരെല്ലാം അങ്ങനെ എനിക്ക് ആ സ്പേസ്. അപ്പൊ ആ സൂപ്പർ സ്റ്റാറിന്റെ അങ്ങനെ ഓർമ്മകൾ ഒത്തിരി ഒന്നും പറയണ്ട, അതൊരു ബ്യൂട്ടിഫുൾ, അതൊരു നിമിത്തമായിരുന്നു പല കാര്യങ്ങൾക്കും. നമ്മൾ മുന്നോട്ട് പോകാനും നമ്മുടെ ഡിസിഷൻസിനും. അങ്ങനെ ഒരു സംഭവം വന്നപ്പോ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഇത് മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവൻ ഫാമിലി ഓൾസോ ബിലീവ്ഡ് ലൈക്ക് പുള്ളി അവന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. ഫസ്റ്റ് ഒരു അപ്രിസിയേഷൻ, അംഗീകാരം ഓഡിയൻസിന്റെ അടുത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചാർജ് ആണ്. അതെ, അതിലാണ് അത് നമുക്കെല്ലാം പറയാലോ, ഒരു 6 മാസം കൊണ്ട് നമ്മളെ കേരളം മുഴുവൻ അറിയുന്ന ഒരു രീതി. റിയാലിറ്റി ഷോസിന്റെ ഒരു പ്ലസ് അതാണ്. മൈനസ് ഒത്തിരി വേറെ ഉണ്ട്, എനിക്ക് അതും തോന്നാറുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽഡിൽ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ 10 വർഷം എടുക്കുന്ന പോപ്പുലാരിറ്റി ഒരു 6 മാസത്തിൽ അംഗീകാരം കിട്ടുകയാണ്. അത് നന്നായിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. പക്ഷെ അതാണ് അന്നത്തെ ഓർമ്മ, അത് നമുക്ക് കിട്ടി. അതൊക്കെ ഞാൻ പറയാം ഒരു ബ്ലെസ്സിങ് ആണ്. അന്ന് വന്ന് വീഴാനും അതിൽ പോകാനേ ഉള്ള ആളായിരുന്നില്ല. എന്നെ വീട്ടിലെടുത്തൊരു ചേട്ടനുണ്ട് സജി എന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്നെ നിർബന്ധിച്ചടാ ചെല്ലു. അങ്ങനെ പിന്നെ മദറും പറഞ്ഞു നീ ഓഡീഷൻ കിട്ടിയില്ലേ, ചുമ്മാ ഞാൻ വീട്ടിൽ ഇരിക്കുക, ഫസ്റ്റ് ഷൂട്ടിന് ഞാൻ പോകുന്നില്ല. എന്ത് ചെയ്ത ഷൂട്ട് തീരുമാനിച്ചിരിക്കുക കേട്ടോ, 15 പേര് സെലക്ട് ചെയ്ത്, 15 പേരില് ഒരാള് ഞാനാണ്. അപ്പൊ ഞാൻ പോകാതെ ഇങ്ങനെ വീട്ടിൽ ചില്ലിയിരിക്കുക ഷൂട്ട്. അപ്പൊ മദർ ചോദിച്ചു നീ എനിക്ക് ഇന്നെന്തോ ഒരു അമൃത ടിവിയുടെ ഒരു ഷൂട്ട് ഇല്ലേ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, അവിടെ വലിയ ഭയങ്കര പാട്ടുകാരൊക്കെയാണ്, നടക്കത്തില്ല അന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുക ചില്ല് ചെയ്ത്. അപ്പം അവർ പറഞ്ഞു എഴുന്നേറ്റോളം പറഞ്ഞു, നീ കാരണം ഒരാളുടെ അവസരം പോയിരിക്കുക. 15 പേര് വേറെ എത്രയോ ആഗ്രഹിക്കുന്നവരുണ്ട്, മര്യാദക്ക് പോയി പാടിക്കോളാം. കോളാണ് അമ്മ, വേറെ കാര്യത്തിലൊന്നും ഇടപെട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. പോയി പാടിക്കോ, അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് ഷർട്ടൊക്കെ ഇട്ട് രാത്രി 10 മണിക്കാണ് ചെല്ലുന്നത് ഷൂട്ടിന്. ലാസ്റ്റ് ഞാൻ മറ്റൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നില്ല, ജോബ് കുര്യനോ അയാളെവിടെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അപ്പം. പക്ഷെ അപ്പൊ സ്റ്റീഫൻ ഞാൻ ചോദിച്ചാടാ ഏത് പാട്ടാണ് പാടി കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴേക്കും എന്താ പറയാ, അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നത് എനിക്ക്. എല്ലാരും ഇങ്ങനെ സ്റ്റാൻഡിങ് ഒവേഷൻ ഒക്കെ ആയിട്ട് ജഡ്ജസ് ഉൾപ്പെടെ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യാം. അപ്പൊ എനിക്കോ ഞാനത് കഴിഞ്ഞ് പോകാനൊക്കെ ഉള്ള തീരുമാനമായിരുന്നു. പക്ഷേ പോസിബിളി നമ്മളൊരു ഇന്റൻഷൻ നന്നായിട്ട് പിടിക്കുമ്പോഴേക്കും പല കാര്യങ്ങളും വന്ന് വീഴും. പിന്നെ പാട്ട് അങ്ങ് കൊണ്ടുപോവായിരുന്നു ജോബിനെ, അല്ലേ? നനച്ചിരിക്കാത്തൊരു വഴിയിലേക്ക് ബ്ലെസ്ഡ് ആയിട്ട് ലക്കി ആയിട്ട് ഒരാളായിട്ടാണ് തോന്നിയത്. ഇപ്പൊ പിന്നീട് അതിനുശേഷം ഈ പറയുന്ന പോലെ ബാലു ആയിട്ടും സ്റ്റീഫൻ ജെ അവരൊക്കെ ആയിട്ട് വേറെയും ഇത്രയും ആയി കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്തില്ലേ, അല്ലേ? എത്രയോ ചെയ്യാൻ ഭയങ്കര ഓർമ്മകളാണ്. ഇപ്പോഴും ആ സ്നേഹം അതേപോലെ ഉണ്ട്. ഇന്നലെ സ്റ്റീഫൻ ഞങ്ങളോട് സംസാരിച്ചത്. ആണോ? ഓക്കെ. അതേപോലെ തന്നെ ഒന്നാണ് എന്താണ് ബാലു എന്നാ വീണ്ടും മനസ്സിലായിരുന്നു. ബാലുവായിട്ട് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു എനിക്ക്. ബാലു ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നില്ലേ നമുക്ക്? ബുദ്ധിമുട്ട് തന്നെയാണ്, ഭയങ്കര ഒരു വിശ്വസിക്കാൻ തന്നെ പാടാണ്. സത്യം, അതെ, ഇപ്പോഴും അതെ. അതൊരു വല്ലാത്തൊരു മാജിക് ആയിരുന്നു. പെർഫോമർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ അന്നത്തെ റെഫറൻസ് ആണല്ലോ ശരിക്കും. എല്ലാ യങ്സ്റ്റേഴ്സും ഇങ്ങനെ ഒരു പെർഫോമർ വേറെ ഭയങ്കര എത്ര വലിയ ക്രൗഡ് ഉണ്ടെങ്കിൽ ആ ക്രൗഡിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ആർട്ട് കയ്യിലുണ്ടല്ലോ, പ്ലസ് ആ ഒരു കരിസ്മ, അത് വേറെ തന്നെയായിരുന്നു. അങ്ങനെ ഓക്കെ, നമുക്ക് അതിൽ നിന്ന് ബാലു പറഞ്ഞപ്പോ അതൊരു ഓർമ്മയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ജോബിന് എല്ലാവിധ സപ്പോർട്ടും നൽകി. ജോബിന്റെ കൂടെ ജോബിന് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിന്ന മറ്റൊരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരാളാണ് നെടുമുടി വേണുചേട്ടൻ. വേണുചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ജോബിന്, വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ വേണുചേട്ടനായിട്ടുള്ള അടുപ്പൊക്കെ വന്നത്? അങ്കിളുടെ മകൻ ഉണ്ണി വേണു എന്ന് പറയുന്ന സോൾമേറ്റ്സ് ആണ്. ഓ, വീടടുത്താണ്. നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? ഒരുമിച്ച് LKG മുതൽ 12th വരെ ഒരു ലെവൽ. അപ്പൊ എന്റെ ഫാമിലി തന്നെയാണ്, എക്സ്റ്റെൻഡഡ് ഫാമിലി. തിരിച്ചും വീടും വട്ടിയൂർക്കാവ് അടുത്തടുത്താണ്, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ ഞങ്ങള് നടക്കും, ഒന്നില്ലെങ്കിൽ ഞാൻ അവിടെ കാണും അല്ലെങ്കിൽ മകൻ ഇവിടെ കാണും. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇന്നും ഒന്നും എപ്പോഴും. അപ്പൊ 38 വർഷത്തെ, എനിക്ക് 42 വയസ്സുണ്ട്. LKG മുതൽ ഞങ്ങൾ ഒരുമിച്ച്. അപ്പൊ ആ വീടെന്ന് പറയുന്നത് എന്റെ വീട് പോലെ തന്നെ ഉള്ളൊരു വീടാണ്. അപ്പൊ അങ്കിളുമായിട്ട് ഞങ്ങൾ അതുകൊണ്ട് തന്നെ കൊച്ചിലെ പോലെ നമ്മൾ ഈ
ഒരു റെഫറൻസ് എപ്പോഴും നമ്മുടെ കിട്ടുമല്ലോ, കലാകാരൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് അങ്കിളുടെ ഞാൻ ഒത്തിരി ഭയങ്കരമാണ്. അപ്പൊ വീട്ടിൽ അത്രയും സിമ്പിളായിട്ട് ജീവിക്കുന്ന അങ്കിള്. അപ്പൊ ഞാൻ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരികയും ഒക്കെ. അങ്കിളായിട്ടൊരു ബന്ധം അത് പറയുമ്പോ ഈ പറഞ്ഞ കണക്ക് എനിക്ക് പാടാറ്. വളരെ വളരെ. ഈവൻ ഐ വാസ് ബ്ലെസ്ഡ് ടു ഡു ഹിസ് ബലി വരെ ഞാൻ ചെയ്ത്. അത്രയ്ക്ക് അടുപ്പമായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛന് തുല്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അങ്ങനെ അപ്പൊ അങ്കിളും ഈ പറഞ്ഞ കണക്ക് ഒത്തിരി ഇങ്ങനെ തന്നെ പിടിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ്. പുള്ളി റെക്കമെൻഡ് അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ തമ്മിലുള്ളൊരു. പുള്ളി അങ്ങനെ ഇപ്പൊ പുള്ളി അവന് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ വേണ്ട ഗൈഡൻസും അതൊക്കെ. എന്നാലും അങ്കിള് പറഞ്ഞു തന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം, നിനക്ക് പാടാനുള്ള കഴിവുണ്ട്, ഇൻഡസ്ട്രിയിൽ നിന്നിലേക്ക് വരാനുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെയല്ല, അങ്കിള് എനിക്ക് ഭയങ്കര നമുക്ക് റെഫറൻസ് ആണല്ലോ പുള്ളി. അപ്പൊ തന്നെ കണ്ടു തന്നെ പഠിക്കാൻ കുറെ കാര്യമുണ്ട്. പിന്നെ പുള്ളി ധൃതി വേണ്ട, എല്ലാം അത് പുള്ളിയുടെയും പോളിസി, ആ എഫേർട്ട്. അപ്പൊ പുള്ളിക്ക് ഞാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രോജക്ട്സിലൊക്കെ പുള്ളി അത് ഭാഗമായതൊക്കെ. പുള്ളിയുടെ സ്നേഹം അങ്ങനെയാണ്. ഇപ്പൊ താളം എന്ന് പറഞ്ഞ ആൽബത്തില് ഇരുതല പക്ഷി എന്ന് പറഞ്ഞ പാട്ട് അങ്കിള് പാടിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു ഇതുകൊണ്ട് ചെന്നപ്പോ അങ്കിള് അതില് കൂടി. കൊച്ചു പിള്ളേരെ നമ്മുടെ കൂടെ അന്നും പുള്ളി എന്താ വിത്തൗട്ട് ഒരു രൂപ ഒന്നുമില്ല, പ്രൊഫഷണലേ അല്ല, നീ വാടാ എന്ന് പറഞ്ഞ് പാടി തന്നു. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഇന്ന ട്രിപ്പ് വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ അഡ്വൈസ് ചോദിക്കും, അങ്കിളെ ഇങ്ങനെ US ട്രിപ്പ് പോകുന്നുണ്ട്, നീ ഇത് ചെയ്യണ്ട, അങ്ങനെയൊക്കെയുള്ള. പിന്നെ മോർ ലൈക്ക് ഒരു വാംതാണ് എല്ലാത്തിന്റെ. അത് എനിക്ക് അതുകൊണ്ട് അതൊരു വലിയ മിസ്സിംഗ് ആണ്. പക്ഷെ ഞാൻ ഫാമിലിയായിട്ട് അതേപോലെ ഇന്നും അറ്റാച്ച്ഡ് ആയിട്ടാണ്. ആന്റി അമ്മ പോലെയാണ്. എത്രയോ അവിടെ ഫുൾ ടൈം അവിടെ തന്നെയാണ്. സ്റ്റിൽ നല്ല രീതിയിൽ അതെ ആ റിലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. ബ്യൂട്ടിഫുൾ. ഇപ്പൊ പറഞ്ഞ കൂടെ നമുക്ക് ഇതിന്റെ കൂടെ ചോദിച്ചു തന്നെ അങ്ങ് പോവാം ആതിരനെ കുറിച്ചും. അന്ന് റിയാലിറ്റി ഷോയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട് കൂടെ അങ്ങ് കൂട്ടിയ ഒരാള് ഇന്നും ഇങ്ങനെ നിൽക്കുന്നു. പക്ഷേ മാനേജറായിട്ട് ഇന്നിപ്പോ പാട്ടിന്റെ എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ആതിര നിൽക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ ആതിര ഒന്നും റൂട്ട് മാറി കുറച്ചും കൂടെ പഠിച്ച മേഖലയിലേക്ക്, IT മേഖലയിലേക്കും അങ്ങനെ ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ആണോ? ഓക്കെ. IBS വർക്ക് ചെയ്തിരുന്ന ഇപ്പം റീസെന്റ് അത് അതെന്താ അങ്ങനെ ഒരു മാറ്റം വന്നത്? ഇപ്പൊ IBS ഒക്കെ വിട്ടിട്ട് വീണ്ടും ജോബിന്റെ കൂടെ പാട്ടിന്റെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് ജോബിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡിസിഷനിലേക്ക് തിരിച്ചെത്തിയത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് എന്റെ കറന്റ്ലി ഇത്ര നാൾ മാനേജ് ചെയ്യുന്ന ഒരാള് പുള്ളി വേറൊരു ഒക്യുപ്പേഷൻ ആയിട്ട് ബിസി ആയിട്ട്. അപ്പൊ പുള്ളി അങ്ങനെ ചോയ്സ് എടുത്തു, ചേട്ടാ ഇങ്ങനെ മാറുകയാണ്. അപ്പോ പെട്ടെന്ന് എനിക്കൊരു നമുക്ക് ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. കുറെ സമയം, അപ്പോ ട്രസ്റ്റ് ഒക്കെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ വീട്ടിൽ തന്നെ ഒരു അസൽ മാനേജർ ഉണ്ടല്ലോ, നോക്കിയാലോ. അപ്പം ഇപ്പൊ IBS വേണ്ടി HR ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് അതേ പരിപാടി ഇവിടെ ചെയ്താലോ നൈസായിട്ട്. സത്യം പറഞ്ഞ എന്റെ സ്വാർത്ഥതയ്ക്ക് ഞാൻ പറഞ്ഞടി, നീ ഇങ്ങോട്ട് വന്നാൽ അടിപൊളിയായിരിക്കും. നമുക്കിപ്പം ബൈ ഗോഡ്സ് ഗ്രേസ് കുഴപ്പമില്ല. എത്ര കാലമൊന്നും നമുക്കറിയില്ല, ഉള്ള കാലം നമുക്ക് ശ്രമിക്കാം ഒരുമിച്ച്, ലൈക്ക് ടീം പോലെ ശ്രമിച്ച നമുക്ക് പോകുന്നിടത്തോളം പോവാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നീ ജോലി എടുത്തോ. പക്ഷെ പുള്ളിക്കാർക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒന്ന് നമ്മ കൊച്ചിലും ലൈക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് ഇപ്പൊ എന്റെ രീതികളും കൃത്യമായിട്ട് അറിയാം. ആൻഡ് ഈ മ്യൂസിഷ്യനും കൂടെ ആയതുകൊണ്ട് എന്താണ് ടേസ്റ്റ്, എന്ത് ഇഷ്ടപ്പെടും എല്ലാം. ഇപ്പൊ തന്നെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോഴേക്കും ഞാൻ ആദ്യം പുള്ളിക്കാരിയെ കേൾപ്പിക്കും. വളരെ പോസിറ്റീവ് ക്രിട്ടിക്കാ. ഇപ്പൊ ശരിയായില്ല എന്ന് വളരെ എന്നെ എന്താ പറയാ, നമ്മുടെ ഈഗോ എന്ന് ഹർട്ട് ചെയ്യാത്ത രീതി പറയാനും എല്ലാം അറിയാം. അടിസ്ഥാനമായി ഇത്രയൊക്കെ ഉള്ളൂന്നും അറിയാം. അപ്പൊ അതൊക്കെ പുള്ളിക്കാരി അതെല്ലാം വൃത്തിയായിട്ട് ചെയ്യും. അപ്പൊ ഇറ്റ്സ് ബെറ്റർ. നമ്മളൊരു ഫാമിലി ബിസിനസ് പോലെ ആ വശം മുഴുവൻ പുള്ളിക്കാരി നോക്കുന്നു. ഞാൻ എനിക്ക് ഫുള്ളി ഫോക്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതാണ്. പുള്ളിക്കാരി അവിടെ നന്നായിട്ട് ചെയ്തോണ്ടിരുന്നതാണ്. എനിക്ക് അതിൽ വിഷമമുണ്ട് അതിങ്ങോട്ട് പറിച്ചിട്ടതില്. പക്ഷെ അതിലും അപ്പൊ നമ്മുടെ ഇത് കൂടി അതിനെക്കാട്ടിലും ബെറ്റർ ജോലിയാണ് നമ്മുടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ IBS ഇടിക്കും. അതാണ് വേറെ പ്രശ്നം. അവർക്കും എല്ലാം ഷി വാസ് എ പെറ്റ്, വളരെ ഇഷ്ടമായിരുന്നു. അവരായിട്ടൊക്കെ എനിക്കും നല്ല ബന്ധമുണ്ട്, അവരുടെ കമ്പനിയിലും.
ബട്ട് ദിസ് ഇസ് റൈറ്റ് നൗ ദിസ് ഇസ് എ ഗുഡ് ഗ്രേറ്റ് ചോയ്സ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. ഓക്കെ, നടപടിയായില്ലെങ്കിൽ പറയും. ഓക്കെ. പക്ഷെ ആതിര എന്ന് പറയുന്നത് നല്ലൊരു സിംഗറും കൂടിയാണ്. അപ്പോ ആതിരയുടെ സിംഗിങ് നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ടല്ല അവൾ പാടാത്തോ. ഇപ്പൊ ഞാനും അതെന്താ അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് എന്തുകൊണ്ട് നിങ്ങളൊരു ഇപ്പൊ ഇവൻ ഞാൻ കമ്പോസ് ചെയ്യുന്ന ഒരു പാട്ട് ആ ഒരു ജോണർ പുള്ളിക്കാരുടെ ജോണറിൽ വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യും. എന്റെ ഒരു ജോണർ ഒരു ഡിഫറെന്റ് ആണ്. പുള്ളിക്കാരി പാടുന്ന രീതികളിലുള്ള പാട്ടുകളല്ല ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു പാട്ട് വരട്ടെ, വന്നാൽ അവൾക്ക് ഉറപ്പായിട്ടും പാടിക്കണം. ഞാൻ അതുകൊണ്ട് പറയാം എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. പുള്ളിക്കാരി അതില് മടിച്ചാണ്, പക്ഷെ ഭയങ്കര ടാലന്റഡ് ആണ്. ഞാൻ എന്റെ ഇത്രയുള്ള കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. പുള്ളിക്കാരി നല്ല ടാലന്റ്, കഴിവുള്ള എല്ലാവരും കുറെ പേര് ഭയങ്കര കഴിവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മടി വിന്നറൊക്കെയാണ് പണ്ടത്തെ. എന്നിട്ട് ഇപ്പൊ പാടാതെ ഇങ്ങനെ ഇരിക്കാന്ന് പറയുമ്പോ കൊണ്ട് എല്ലാരും വീട്ടുകാരും ഒക്കെ പറയും. ഞാൻ പറയും എടി എല്ലാരും എന്നെ തെറി പറയുള്ളൂ, ഞാൻ സമ്മതിക്കുന്ന വിചാരിക്കുന്നു. അങ്ങനെയല്ല സത്യം. അവളുടെ മടി കാരണം ഹാപ്പി ദിസ് വേ ആസ് വെൽ. പുള്ളിക്കാരിയുടെ ഒരു ഇപ്പൊ ഇതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പുള്ളിക്കാരി എൻജോയ് ചെയ്യുന്നില്ല. അതാണ് എന്റെ സത്യം. ഞാൻ അതാണ് എന്റെ ഫാക്ട്. ടാലന്റഡ് ബട്ട് നോട്ട് ദാറ്റ് പാഷനേറ്റ്. രണ്ടും വേറെയാണ്. ശരിക്കും എനിക്കും അത് മനസ്സിലാക്കാൻ കറക്റ്റ് ആയിട്ട്. അതെ, പാഷൻ ഈസ് സംതിങ് ഡിഫറെന്റ്. അതിനെ നമ്മുടെ ഒരു വട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് വരുമ്പോഴാണ് നമുക്ക് ഒരു വലിയ ടാലന്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിനു വേണ്ടിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉള്ളത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുള്ളതാണ്. എന്റെ ആഗ്രഹങ്ങൾ നേടണം എന്നുള്ളൊരു വാശിയില് പോയ ഒരാളാണ്. പുള്ളിക്കാരി വളരെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വളരെ കണ്ടന്റ് ആയിരുന്നു. ഞാൻ ഇതിന് ഹാപ്പി ആണെന്നുള്ളത്. അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെ സമ്മതിക്കത്തില്ല. ഇപ്പം സ്റ്റേജിലൊക്കെ വരുമ്പം എന്റെ കൂടെ വന്ന് നമ്മൾ 2 പാട്ടെങ്കിലും നീ പാടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ അങ്ങനെയൊക്കെ തിരിച്ച് പാടിക്കണം എനിക്കുണ്ട്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഒന്ന് വരട്ടെ. ഇനി മാതിരയുടെ ഇനി ഈ ഒരു ഫേസ് മാറി നെക്സ്റ്റ് നിങ്ങൾ ഒരുമിച്ച് പെർഫോമിംഗ് ലെവലിലേക്കുള്ള ആ ഒരു ലെവലിലേക്ക് എത്തട്ടെ. ബ്യൂട്ടിഫുൾ ഒരു ഇതായിരിക്കും. കുട്ടികൾക്ക് തന്നെ അതൊരു ഭയങ്കര അച്ഛനും അമ്മയും ഒരുമിച്ച് സ്റ്റേജിൽ നിന്ന് അതൊരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ്. ഇനിയിപ്പോ ഇങ്ങനെ ഈ ഒരു വളരെ ഇഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജോബ് ചെയ്ത് ഏറ്റവും കൂടുതൽ റീച്ച് വന്നിരിക്കുന്ന എത്രയോ മില്യൺ വ്യൂസിലേക്ക് പോയിരിക്കണ ഒന്നാണ് പദയാത്ര. അത് ഒരുപാട് പദയാത്ര എന്നൊരു ആ ഒരു ആൽബത്തിലൂടെ അല്ലെ ആ പാട്ടിലൂടെ കുറെ രോഗികൾക്കും അവർക്കും ഒരു എന്താ പറയാ ഞങ്ങൾക്ക് വളരെ ഒരു റിലീഫ് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ്സും കാര്യങ്ങളും വല്ല ഒരുപക്ഷെ ജോബ് അതെല്ലാം പറഞ്ഞിട്ടുണ്ടാവണം അല്ലേ? എങ്ങനെയാ അതിലേക്ക് ശരിക്കും എത്തിയത്? ഒരു ഫ്രണ്ടിന്റെ ഒരു ഇതാണെന്ന് ഞാനും അറിഞ്ഞു, വായിച്ചതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ആ ഹിമാലയത്തിലേക്കുള്ള യാത്രയുടെയാണ് കംപ്ലീറ്റ് അതിൽ ഉദ്ദേശിക്കുന്നതും. അതിനു വേണ്ടിയിട്ട് ആ ബെല്ലിന്റെ ഒക്കെ ഒരു വല്ലാത്തൊരു പവറാണ് ആ ബെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ ഇരിക്കുമ്പോ വേറൊരു ഫീലാണ് ശരിക്കും നമുക്ക്. എങ്ങനെയാ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു കോമ്പസിഷനിലേക്ക് വന്നത്? എങ്ങനെയാ പദയാത്ര എന്ന് പറഞ്ഞ ട്രാക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ആസ് യു ടോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷണൽ പാട്ടാണ്. പുള്ളിയായിട്ട് ഒരു വളരെ ഇന്റിമേറ്റ് ബന്ധം അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു വളരെ ലോ ആയിട്ടിരുന്നൊരു സമയത്ത് പുള്ളി ഒരു യാത്ര പോയി എത്രത്തോളം തിരിച്ചു വന്നപ്പോൾ ഒരു ഫ്രഷ്. അത് ഹിമാലയത്തിലേക്കാണോ പോയത്? പുള്ളി ഒരു ഫുൾ നോർത്ത് ഈസ്റ്റ് അങ്ങനെ ഒരു യാത്ര. അത് എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് ഏറ്റവും പൈസ ഒന്നും ഇല്ലാണ്ടാ പോയ, വളരെ മിനിമൽ പോയ, വളരെ സിമ്പിൾ ആയിട്ട് പലയിടത്തും അഭയം പോലെയൊക്കെ താമസിച്ചു ഒക്കെ പുള്ളി ഒരു ഫുള്ള് വിട്ടൊരു യാത്രയായിരുന്നു. അപ്പോഴേക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് ഫോട്ടോസ് അയച്ചു തരും. കാലിങ്ങനെ അരുവിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഫ്രഷ്. എടാ എന്റെ മനസ്സ് ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു യാത്ര, സ്പിരിച്വൽ ആയിട്ടൊരു യാത്ര, റിലീജിയസ് അല്ല. അവിടെ എല്ലാവർക്കും സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഭയങ്കര കുഴച്ചായിരിക്കുന്നത്. അതൊരു ഭയങ്കര സ്പിരിച്വൽ ആയിട്ടൊരു യാത്രയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. തിരിച്ചു വന്നപ്പോ പാട്ട് ഇത് കേട്ടപ്പോഴും ആ പാട്ട് ചെയ്തപ്പോഴും ജോബിന് അതിലൂടെ യാത്ര ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും പോണമെന്നുണ്ട് ഒരു ലോങ്. പക്ഷെ അന്ന് അത്രയൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ ഹിമാലയം വരെ ഇപ്പൊ പോയി വന്നത് ഫീൽ ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതിനെയൊക്കെ ഒരു വിഷ്വലൈസ് ചെയ്യുകയും നമ്മുടെ മനസ്സിൽ കുറെ ഉണ്ടല്ലോ അവരെ അങ്ങനെയാണ്. പിന്നെ കിട്ടുന്ന യാത്രകളൊക്കെ ചെയ്യും കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിന്റെ അകത്താണ് ഞാൻ കണ്ടമാനം യാത്ര ചെയ്തത്. എനിക്ക് ഇവിടെയാണ് എന്റെ
എന്റെ പൾസ് Pulse കിടക്കുന്നു full. ഫുൾ. ഞാൻ ഇവിടെ ജ്യൂസ് എടുക്കുന്ന ആളാണ്, ഡ്രൈവ് ചെയ്ത് എല്ലാം ആഹാ വഴിയൊക്കെ തെറ്റിച്ചു പോകും. ഇങ്ങനെ നേരെ ഒരു വഴി ഇങ്ങനെ പോകുന്നു, ഒന്ന് ഇടത്തേക്ക് പോയി കളയാം, എവിടെ എത്തുന്നു അറിയത്തൊന്നുമില്ല, ചുമ്മാ ഒന്ന് ഒറ്റ പോക്കാണ്, ലെഫ്റ്റ് എടുക്കുന്നു പോകുന്നു, പോകുന്ന റോഡുള്ളിടത്തെല്ലാം ഇങ്ങനെ പോയി നോക്കും. അപ്പൊ പുതിയ പുതിയ വീടുകള്, ഭയങ്കര എസ്തെറ്റിക്സ്, കാണാൻ ഭംഗിയുള്ള പഴയ തറവാടുകൾ, അല്ലെങ്കിൽ ചെറിയ എന്തായാലും എന്നെ ചില ചായക്കട എന്ത് കിട്ടുന്ന അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ആദ്യം കേരളം വൃത്തിയായിട്ട് കാണും എന്നാണ് ഞാൻ പല ട്രാവലേഴ്സിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ നമ്മള് പുള്ളി സന്തോഷം കറക്റ്റ് ആണ്. എന്തോരം നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കണ്ടു കാണോ? ഇല്ല. അപ്പൊ അത് ആദ്യം എന്റെ ഏറ്റവും വലിയ ഈ അടുത്ത കാലത്ത് വന്നൊരു ഇതെന്ന് പറഞ്ഞാൽ റോഡുള്ള എല്ലാ വഴിയും, കേരളത്തിലെ എല്ലാ വഴിയും കാണുക. വഴിയില്ലാത്തടത്ത് പോകാൻ പറ്റില്ല. എല്ലാം, അതായത് നമ്മൾ സ്പോട്ടുകൾ പിടിക്കാണ്ട്, ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ലാണ്ട് എല്ലാ സ്ഥലവും റൂട്ടുള്ള എല്ലായിടത്തും മാപ്പ് ചെയ്ത് ഓർഡറിൽ കേരളം അറ്റം ആദ്യം നമ്മൾ നമ്മുടെ ഇവിടെ സ്ഥലം കാണൂ, മനസ്സിലാക്കൂ, അറിയൂ. അത് ഭയങ്കര കാര്യമാണ്. കാര്യം നമ്മൾ അടിസ്ഥാന റൂട്ടഡ് അല്ലേ. ഞാൻ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എവിടെ പോയാലും അതാണ് എന്റെ GPS നോക്കാറുണ്ടോ? ഞാൻ GPS ഇടും. ഒഫ്കോഴ്സ് നമുക്കൊരു ഡെസ്റ്റിനേഷൻ എത്തണമല്ലോ. പക്ഷെ ചില സമയത്ത് തെറ്റിച്ചൊക്കെ പോകുമ്പോൾ GPS വേറെ സ്ഥലം കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഊട് വഴിയൊക്കെ ചിലപ്പോ ഇങ്ങനെ ഡെഡ് എൻഡിലൊക്കെ വന്നിട്ടുണ്ട്. ആ വട്ട അതിലേക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെയൊക്കെ പോകാറൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഭംഗിയുള്ള സ്ഥലങ്ങള്, വീടുകള്, ചുമ്മാ രസം. നമുക്ക് ഇതൊന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം. ഞാൻ ട്രാവൽ ചെയ്യുമ്പോ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. അയ്യോ ഇത് കൊള്ളാമല്ലോ, ഇവിടെ ഈ ഒരു ടെറൈൻ ഇങ്ങനെ ഇരിപ്പുണ്ട്, എല്ലാത്തിനും ഒരു ബ്യൂട്ടി. പിന്നെ അത് ഡെവലപ്മെന്റ്, സോ കോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ ഡെവലപ്മെന്റ് വേണം, പക്ഷെ നല്ല ഡെവലപ്മെന്റിനോടാണ് എനിക്ക് താല്പര്യം. എല്ലാം പൊളിച്ചിടുന്നതിനോട് എനിക്ക് താല്പര്യം. ഈ പറയുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യാൻ ഇതേപോലെ ഇഷ്ടമുള്ള പലരും പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്ന ഒന്നാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ മൂഡാണ്. എന്നാൽ പോലും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ പറയുന്ന എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ സൈഡിലൂടെ വണ്ടിക്കകത്ത് നല്ലൊരു മ്യൂസിക് ഇടുക. ആ മ്യൂസിക് നമ്മളെ എത്രത്തോളം ശരിക്കും ഇത് അങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ജോബിന്റെ പാട്ട് ട്രാവലിന് പറ്റിയതാണ്. യാത്രകളിലാണ് എനിക്ക് എന്റെ ഇത് ഇൻസ്പിറേഷനും. അപ്പൊ ഫോണിൽ എപ്പോഴും റെഡിയായിരിക്കും, റെക്കോർഡർ വെച്ചിട്ട് ഇങ്ങനെ മൂളി പോകും. ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പോഴേക്കും 4 വരി ഇങ്ങനെ ജസ്റ്റ്, എന്നിട്ട് പിന്നെ അതിനെ സ്റ്റുഡിയോ വന്ന് ഡെവലപ്പ് ചെയ്യാറ് അവര്. യാത്ര ചെയ്യുമ്പോഴാണ് മിക്കവാറും ഒക്കെ. ഇപ്പൊ ഇച്ചിരി തിരക്ക് ഭയങ്കര കൂടുതലാണ്, സ്റ്റിൽ ഐ ലവ് ഏർലി മോർണിംഗ്സോ നൈറ്റും ഒക്കെ ആയിരിക്കും പോകുന്നത്. ഓടിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. കിലോമീറ്റർ കേട്ടാ ഞെട്ടും. ടാക്സി തോറ്റു ഇതിനുമ്പ് ഒരു വണ്ടി 2.5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ട് 6 വർഷം 7 വർഷത്തില്. അത് കഴിഞ്ഞിപ്പം പുതിയ വണ്ടി എടുത്തത് 1 വർഷത്തിൽ 30,000 35,000 ഒക്കെ ആയി. അതിന്റെ ചെറിയ പണിയൊക്കെ ഇനി കിട്ടും വരുന്നുണ്ട്. പക്ഷെ ഇഷ്ടമാ അത്. ഇപ്പോഴും വിടാതെ പിടിക്കുന്ന ഒരു കാര്യം. ഡ്രൈവറിന്റെ ഒരു ഹെൽപ്പ് എടുക്കാറില്ല. സൈഡിൽ ഇറങ്ങാൻ ഞാൻ ഓടിക്കും. എന്നെ പലരും വിളിക്കുമ്പോഴും ചോദിക്കും, ഞാൻ ടാക്സി വിടാൻ കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഓടിക്കാൻ സമ്മതിക്കുന്ന വണ്ടിയാണെങ്കിൽ വിട്ടാൽ മതി. കാരണം എനിക്ക് സൈഡിൽ ഇരിക്കാൻ ഇഷ്ടമല്ല, കുറച്ച് അൺകംഫർട്ടബിളും ഒക്കെയാണ്. ഞാൻ പേടിയൊക്കെ ഉള്ള ആളായോണ്ട് ഇത് എങ്ങനെയാണ് ഇത് ശരിയാവുന്നത്. അല്ല ചില ഡ്രൈവേഴ്സുമായിട്ട് ഇരിക്കുമ്പോൾ, പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ഓടിക്കും എല്ലായിടത്തും. കേരളം മുഴുവൻ ഡ്രൈവ് ഇഷ്ടമുള്ള വട്ടാണ്. അപ്പൊ ഒരു പക്ഷെ അങ്ങനെ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഈ ജോബിന്റെ മ്യൂസിക് ഒക്കെ ഇതേപോലെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ശരിക്കും എൻജോയ് ചെയ്യുന്നത് യാത്രകളിൽ നിന്നുണ്ടാകുന്ന പാട്ടുകളാണ്. അങ്ങനെ നമ്മൾ പദയാത്രയുടെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. ആ പദയാത്ര ഇതിങ്ങനെ ആ ഫ്രണ്ടിന് ഇൻസ്പയർ ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയപ്പോ പോലും ഇങ്ങനെ ഒരു 1 മില്യൺ വ്യൂസ് വരുമെന്നോ ഒരു പാട്ട് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഇതുവരെ അല്ല. സത്യം പറയാലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്റെ എക്സ്പ്രഷൻ പറയുന്നതിലും നല്ലത് പെർഫോം അല്ലെങ്കിൽ പാട്ടും ചെയ്യുന്നതാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ അങ്ങ് ചെയ്യുന്നതാണ്, ഒന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതൊരു ഒന്നും പ്രതീക്ഷിക്കാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ തിരിച്ച് വന്നിട്ടുള്ളത്. അത് സീരിയസ്, ഞാൻ വെറുതെ ഉറപ്പായിട്ട് ആൾക്കാർ കേൾക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു ആർട്ടിസ്റ്റും ഇല്ല. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടാവുന്നു, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു മെച്ചം ഉണ്ടാവുന്നു പ്രതീക്ഷിച്ചതേ ഇല്ല. ഇതെല്ലാം ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാവാൻ കാരണക്കാരനായ ആ ഫ്രണ്ട് അദ്ദേഹം ഈ പാട്ട് കേട്ടപ്പോ ഒബ്വിയസ്ലി പറയുമല്ലോ. ഞാൻ അവൻ ഇവിടെ ഞാനാണ് മറ്റേ അജയ് മനസ്സിലായോ ചുമ്മാ ഞങ്ങള് ഇടയ്ക്ക് സംസാരിക്കും. പുള്ളി ഇപ്പൊ US-ലാണ്.
അങ്ങനെ ആ പാട്ട് പാടിയപ്പോ കൂടെ ഹരീഷും ആ, ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അതിലേക്ക് വന്നതും എന്തുകൊണ്ടാണ് ജോബ് ഒറ്റയ്ക്ക് ആ പാട്ട് പാടാതെ അങ്ങനെ വരാനും കൂടെ ഉള്ള ഒരു തീരുമാനം? അത് ബേസിക്കലി ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എനിക്കതിൽ കുറെ ആഗ്രഹങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ പാടിയാൽ ഇത് ഇത്രയും നന്നാവും. അവർ ബേബി അതെ, സ്വന്തം അത്രയും നന്നാവണം നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ ഒരു വരി പാടിയിട്ട് അതിന്റെ ഒരു ഇംപ്രവൈസ്ഡ് വേർഷൻസ് വന്നാൽ നന്നായിരിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് താങ്ങുന്നില്ലല്ലോ, അത് എന്റെ പരിമിതിക്ക് അപ്പുറത്താണ്. അതൊരു ശരിക്കും ഒരു കർണാട്ടിക്കലി വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അത് പാടിയ എങ്ങനെ ഇരിക്കും. അങ്ങനെ വന്നപ്പോ എനിക്ക് അങ്ങനെ മുഖം തെളിഞ്ഞു വന്ന ഹരീഷിന്റെ. ഞാൻ ഇഷ്ടമായി, ഇങ്ങനെ ഒരു പാട്ടുണ്ട് നിങ്ങൾ. പുള്ളി അപ്പൊ തന്നെ മ്യൂച്വലി ആ റെസ്പെക്ട് ഉള്ളതാണ്. അപ്പൊ പുള്ളി ഓടി വന്നിട്ട് ഇവൻ ഞാനൊരു പേയ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് പുള്ളി താമ്പോടോ പുള്ളിയൊക്കെ പാടി. ആ ഒരു വൈബ് നിങ്ങൾക്ക് അതിൽ കിട്ടുക. മൊത്തം എന്റെ കോ മ്യൂസിഷ്യൻസ് ഞങ്ങളെല്ലാരും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് പെർഫോം ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ പുള്ളി ഒരു കെട്ടുപിടിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ മറ്റേ സെന്റിമെന്റ് ഫീൽ അടിച്ച് ഞാൻ അവസാനം പറഞ്ഞ് എഡിറ്റ് ചെയ്തപ്പോ സുമേഷ് സാറാണ് സാറേ ഇതൊക്കെ വേണോ, ഇത് ഭയങ്കര താൻ പോടോ, അത് കലക്കണത്, അത് ഭയങ്കര ലൈഫ് ശരിക്കും അത് ജെന്യുവിൻ ഓറാണ്. അതിനകത്ത് എല്ലാവരും എന്റെ ഒരു പരിപാടി അങ്ങനെ ഇതുവരെ. അപ്പൊ അത് അന്ന് ഫസ്റ്റ് ടേക്ക് വേണം. അത് ഞങ്ങൾ 3 ടേക്ക് എടുത്തു, 4 ടേക്ക് എടുത്തു. ഏറ്റവും ആദ്യത്തെ നമ്മൾ കാണുന്ന അതിന്റെ ഒരു സോള് പിന്നെ കിട്ടിയില്ല. പിന്നെ എല്ലാരും ടെക്നിക്കലാവും. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ അതിന്റെ ഹാർട്ട് ഭയങ്കര, പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കി അത് മെറ്റത് പോവും. അതാണ് ഞങ്ങൾ ഇങ്ങനെ അതിന്റെ ടേക്ക് കേട്ടപ്പോഴേക്കും ചേട്ടാ ഇത് ആദ്യത്തത് മതി. അപ്പൊ അങ്ങനെ അതൊരു മുഴുവൻ ഒരു ബ്യൂട്ടിഫുൾ ഡേ. എന്താ പറയാ, നമ്മൾ പറയാ ഒരു ബക്കറ്റ് മുഴുവൻ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ദിവസമാണ് ഞാൻ പറയുന്നത്. അവിടെ ആര് വന്നവർക്ക് അത്രയും അത് ഫീൽ ചെയ്യായിരുന്നു. ഷൂട്ട് ചെയ്ത ചേട്ടന്മാരും ബിബിൻ ചേട്ടനൊക്കെ ഒത്തിരി പേര് എല്ലാരും ആ ഹാപ്പിനെസ് ഷെയർ ചെയ്ത. രാവിലെ തുടങ്ങി വെളുപ്പിന് 4 മണി വരെ ഷൂട്ട്. 12 പാട്ട് ഷൂട്ട് ചെയ്തിട്ട് എന്റെ തൊണ്ടയൊക്കെ പോയി, ശബ്ദമേ ഇല്ലാതെയാണ് ഞാൻ വന്നത്. 2-3 മാസം റെസ്റ്റും. പക്ഷെ നമ്മുടെ ഒരു ടുഗദർനെസിന്റെ റിസൾട്ടാണ് ഇന്നത്തെ നിങ്ങൾ പറഞ്ഞ മില്യൻസ്. പിന്നെ ഓഫ്കോഴ്സ് റൈഡേഴ്സും ഡ്രൈവ് ഒത്തിരി പേര് അത് ഏറ്റെടുത്തത്, യാത്ര ചെയ്തത്. അതിൽ നിന്നാണ് അത് ശരിക്കും ഭയങ്കര ഒരു പോപ്പുലാരിറ്റിയിലേക്ക് പോയത്. ആൾക്കാർക്ക് ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റിന് അങ്ങനെയൊക്കെ ഞാൻ നമ്മളിന്ന് കരഞ്ഞ് കയ്യിന്ന് പോകുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ. ട്രീറ്റ്മെന്റ് ഫുൾ ടൈം എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നി. ഒരുപാട് പേഷ്യൻസ് ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് പോകുന്നല്ലത് എനിക്ക് ഭയങ്കര അത് ഭയങ്കര മൂവിങ് ആണ് ആസ് എ ക്രിയേറ്റർ. അതിപ്പോ അവാർഡ് ഇല്ലല്ലോ. ശരിക്കും നമ്മള് മനസ്സാ വാച ഇപ്പൊ അങ്ങനെ ഇനി എന്താ പറയാ അങ്ങനെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്തതൊന്നും അല്ല. രാവിലെ ഇപ്പൊ എന്നെ വന്ന് നിൽക്കുമ്പോ എനിക്കൊരു താരാട്ടം എന്ന് പറഞ്ഞൊരു പാട്ട്, എന്റെ അമ്പിളിക്കണ്ണ എന്നൊരു പാട്ട്. അപ്പൊ അത് ഒരാള് വളരെ ലോങ് ഒരു മെസ്സേജ് ഇരിക്കുക അവരുടെ ലൈഫിൽ അതെങ്ങനെ. അപ്പോ പുള്ളി അത്രയും ലോയിൽ കൂടെ പോയ സമയത്ത് ഞാനൊരു കുഞ്ഞിനെ പോലെ ചിന്തിച്ച് പിന്നെ അവിടെ നിന്ന് പിടിച്ചു കയറി ഇപ്പൊ ഒക്കെയാണ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ മറ്റേ കയ്യിന്ന് പോയി. അതൊക്കെ ഒരു ബ്ലസ്സിങ്. അത് കലാകാരന് മാത്രം കിട്ടുന്ന ഒരു ശരിക്കും ഭാഗ്യമാണ്. അതൊക്കെ അപ്പൊ അതെനിക്കിപ്പം ഹാപ്പിയാണ്. അത് മതി, ഉള്ളതൊക്കെ മതി. അതൊരു പക്ഷെ കണ്ണ് തുറന്ന് നമ്മളിലെ എന്താണെന്ന് ഈ നേച്ചറിനെ മനസ്സിലാക്കി അതിൽ നിന്നും സൃഷ്ടിക്കുന്നത് കൊണ്ടായിരിക്കണം. ഫേക്ക് പരിപാടിയൊന്നും ട്രെൻഡ് ഈ വാക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇതിലേക്ക് ഇരിക്കുമ്പോ തന്നെയാണ് സത്യം പറഞ്ഞത് ഇന്നത്തെ ട്രെൻഡ് പിടിച്ചു പോയാൽ ആത്മാവ് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. നമുക്കൊരു സംഭവമില്ല, നമ്മുടെ സോൾ അതിനോട് ചോദിക്കുക എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അതേന്നോ, അല്ലാതെ ഇതാണ് ഇപ്പൊ ട്രെൻഡ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സാധനം പിടിക്കാം. അത് ലാസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും ലാസ്റ്റ് ചെയ്യല്ല. സത്യം. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഈ ട്രെൻഡ് സെറ്റേഴ്സ് വരുന്ന പാട്ടുകൾ ഒന്നും തന്നെ സാറാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ സാറിന്റെ ഒരു ഹ്യൂജ് പണ്ടും ആയിരുന്നു പുള്ളിയുടെ സിനിമകളൊക്കെ. അന്ന് പലരും ഭയങ്കര മോശമായിട്ടല്ലേ പുള്ളിയെ ആരും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇല്ല പുള്ളി ഇപ്പോഴാണ് പുള്ളിയുടെ പടങ്ങളുടെ ഒരു ഇമ്പം. അപ്പൊ അതാണ് ആർട്ടിസ്റ്റ്. എനിക്ക് തോന്നുന്നു ചില സമയത്ത് അങ്ങനെയാണ് പ്യുവറായിട്ട് ചെയ്യുന്ന ആർട്ട് ഫോം ചിലപ്പോ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ലേറ്റർ ഓൺ ആണ് അതിന്റെ വാല്യൂ മനസ്സിലാക്കുക. അതാണ് അതിന്റെ സത്യം കേട്ടോ. എനിക്ക് തോന്നാറുണ്ട് പുള്ളിയുടെ ഒരു ഒറ്റ എക്സാമ്പിൾ പോരെ. സത്യം. പുള്ളി ചെയ്ത അത്രയും
അതെ. കണ്ടന്റ് ഉള്ള സിനിമകള് വേറെ ആരുണ്ട് അധികം? അല്ല, അതേപോലെ തന്നെ ഡെപ്ത് ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. അന്നൊക്കെ അവരുടെ ഇതിനെക്കാട്ടിലും ഇന്നിപ്പം നമ്മൾ ശരിക്കും വാല്യൂ ചെയ്യുന്നുണ്ടല്ലേ ഓരോരുത്തരുടെയും വർക്കും അല്ല കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് അയാളെ ജീവനോടുള്ളപ്പോൾ തന്നെ അവർക്ക് അപ്രിസിയേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴും ചിന്തിക്കാറുണ്ട് പലരും. നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി ലെജൻസ് ഉണ്ട് പല, പക്ഷെ അവർ അർഹിക്കുന്ന ഒരു ഇതിലേക്ക് അവർക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്.